ഹലോ ഫ്രണ്ട്സ്, ഫുഡ് വൈബ്സ് ഓഫ് കേരളയുടെ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കുന്നത് സ്വാഗത പ്രസംഗം എങ്ങനെയാണ് പത്താളുടെ മുമ്പിൽ നമുക്ക് പേടിയില്ലാതെ ചെയ്യാൻ കഴിയാന്നുള്ളതാണ് കേട്ടോ. അതിനെന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമ്മുടെ അയൽക്കൂട്ടത്തിൽ എങ്ങനെയാണ് സ്വാഗത പ്രസംഗം നടത്താമെന്ന് നോക്കാം. നമ്മൾ അയൽക്കൂട്ടം കൂടുന്നത് എങ്ങനെയാണ്? ഓരോ ആഴ്ചയും ഓരോ അംഗത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അല്ലേ? ഇങ്ങനെ ഓരോ അംഗത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അയൽക്കൂട്ടം കൂടുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും, അയൽക്കൂട്ടത്തിലുള്ള എല്ലാ മെമ്പർമാർക്കും സ്വാഗത പ്രസംഗം നടത്താനുള്ള അവസരം കിട്ടുകയാണ് അല്ലേ? നമ്മുടെ സ്വന്തം അയൽക്കൂട്ടത്തിൽ നമുക്ക് സ്വാഗത പ്രസംഗം ചെയ്യാൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എല്ലാവരും നമ്മൾ അറിയുന്ന ആൾക്കാരാണല്ലേ. നമ്മൾ വട്ടത്തിലിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ നിർത്താതെ സംസാരിക്കും. പക്ഷേ എഴുന്നേറ്റ് നിന്ന് നമുക്ക് സ്വാഗത പ്രസംഗം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നില്ല, നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവരായിരിക്കും മിക്കവരും ഉണ്ടാവുക. സ്വാഗത പ്രസംഗം എന്നൊക്കെ പറയുമ്പോൾ ഒരു പേടി തോന്നും. എന്താണ് ഇപ്പോൾ പ്രസംഗിക്കുക എന്നൊക്കെ ആയിരിക്കും ചിന്ത. അതിന് നമ്മളൊരു കാര്യം ഓർത്താൽ മതി. നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ് അല്ലെങ്കിൽ വീട്ടുകാരെങ്കിലും വിരുന്ന് വരുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സ്നേഹത്തോടെ അവരെ സ്വാഗതം ചെയ്യില്ലേ? വരൂ വരൂ എന്ന് പറഞ്ഞിട്ട് സ്വാഗതം ചെയ്യില്ല. അത്രയും നിങ്ങൾ വിചാരിച്ചാൽ മതി. നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളാണ് എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്, അപ്പോൾ അവർ സ്വാഗതം ചെയ്യണതിന് എനിക്ക് ഒരു മടിയില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുക, അല്ലെങ്കിൽ ഇരുന്നുകൊണ്ട് തന്നെ പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കുടുംബശ്രീയുടെ പേര് നവമി കുടുംബശ്രീ എന്നാണ്. അതിൽ 67ാമത്തെ യോഗമാണ് എൻ്റെ വീട്ടിൽ വെച്ച് ചേരുന്നത്. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് എല്ലാ കുടുംബശ്രീ അംഗങ്ങളും എത്തി എല്ലാവരും റൗണ്ടായിട്ട് ഇരിക്കുന്നു. റൗണ്ടായിട്ട് ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇരിക്കും അല്ലേ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥന ചൊല്ലും. പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞതിന് ശേഷമാണല്ലോ സ്വാഗതം. പ്രാർത്ഥന കഴിഞ്ഞാലുടൻ ഞാൻ എഴുന്നേറ്റ് നിന്ന് പറയും, പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ നവമി കുടുംബശ്രീയുടെ 67ാമത് യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ മീറ്റിങ്ങിന് പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ അംഗങ്ങളും മീറ്റിങ്ങിനെത്തിയിട്ടുണ്ട്. അപ്പോൾ പരിമിതമായ സൗകര്യങ്ങളാണ് എൻ്റെ വീട്ടിലുള്ളത്. ഉള്ള സൗകര്യങ്ങൾ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അയൽക്കൂട്ടം മീറ്റിംഗ് തുടങ്ങാമല്ലേ? നമ്മുടെ അയൽക്കൂട്ട യോഗം നിയന്ത്രിക്കുന്നതിനായി നമ്മുടെ പ്രസിഡൻറ്റിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു അയൽക്കൂട്ടത്തിൻ്റെ സ്വാഗത പ്രസംഗം എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ മെയിൻ കാര്യങ്ങളൊക്കെ പറയുന്നത് അധ്യക്ഷനും സെക്രട്ടറിയും ഒക്കെ ആയിരിക്കും. അധ്യക്ഷൻ എപ്പോഴും പ്രസിഡൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ അവതരിപ്പിച്ചോളും. അതുപോലെ തന്നെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ADS, CDS മീറ്റിങ്ങുകൾ ഉണ്ടാവാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ അവർ സംഘടിപ്പിക്കുന്ന പല പരിപാടികളും ഉണ്ടാവാറുണ്ട്. അനുമോദന ചടങ്ങുകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ ആ പരിപാടി എന്തിനു വേണ്ടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. 10th-ൻ്റെയും +2-ൻ്റെയൊക്കെ റിസൾട്ട് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളുടെ മക്കൾക്ക് അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കാൻ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ തീരുമാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ചടങ്ങിൽ നമ്മൾ എങ്ങനെയാണ് സ്വാഗതം പറയുക? ഉദ്ഘാടകൻ ചിലപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വൈസ് പ്രസിഡൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ അധ്യക്ഷ. അപ്പോൾ നമ്മൾ സ്വാഗതം പറയേണ്ടത് നമ്മുടെ പരിപാടി ആയതുകൊണ്ട് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ തന്നെ ആയിരിക്കണം സ്വാഗതം പറയാം. സ്വാഗത പ്രസംഗം എപ്പോഴും 5 മിനിറ്റിനുള്ളിൽ തീർക്കണം, അല്ലാതെ നീട്ടി വലിച്ച് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. എന്താ വെച്ചാൽ സ്വാഗത പ്രസംഗത്തിന് ശേഷം സംസാരിക്കുന്നവർ നിരവധി കാര്യങ്ങൾ ആ പരിപാടിയെപ്പറ്റി സംസാരിക്കും. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, 10th, +2 വിജയികൾക്കുള്ള അനുമോദന ചടങ്ങാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയനായ പ്രസിഡൻറ്റിനെ ഹാർദവമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അധ്യക്ഷ പദവി അലങ്കരിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വൈസ് പ്രസിഡൻറ്റിനെയും സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വിധത്തിൽ സ്ഥാനമാനങ്ങൾ പറഞ്ഞുകൊണ്ട്, പേരും പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യേണ്ടത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്വാഗത പ്രസംഗത്തിന് വേണ്ടിയിട്ട് നമ്മളെ ആരും ക്ഷണിക്കുമൊന്നുമില്ല. പിന്നെ അങ്ങനെ ക്ഷണിക്കണമെങ്കിൽ വലിയ പരിപാടികളായിരിക്കണം. അനൗൺസറൊക്കെയുള്ള മൈക്കിലൂടെ അനൗൺസ്മെൻ്റൊക്കെ വിളിച്ച് പറയുന്ന പരിപാടിയാണെങ്കിൽ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ആളെ ക്ഷണിക്കുന്നു എന്ന് പറയും. അല്ലാത്ത പരിപാടികൾക്കൊന്നും ആരും സ്വാഗത പ്രാസംഗികനെ ക്ഷണിക്കേണ്ട കാര്യമില്ല. നേരിട്ട് പോയി സ്വാഗത പ്രസംഗം തുടങ്ങുകയാണ് ചെയ്യുക. പിന്നെ നമ്മൾ പ്രസംഗം അവസാനിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വേദിയിലുള്ള ഓരോരുത്തരെയും നമ്മൾ സ്വാഗതം ചെയ്തതിന് ശേഷം സദസ്സിലിരിക്കുന്നവരെ മറക്കാതെ നമ്മൾ സ്വാഗതം ചെയ്യണം. കാരണം അവരില്ലെങ്കിൽ പിന്നെ പരിപാടി ഇല്ല അല്ലേ? കുടുംബശ്രീ സംഘടിപ്പിച്ച പരിപാടി ആയതുകൊണ്ട് ADS ഉണ്ടാവാം, CDSമാരുണ്ടാവാം,
അതുപോലെ തന്നെ A+ വാങ്ങിയ കുട്ടികളുടെ അമ്മമാരുണ്ടാവാം. ഉദ്ഘാടകനെയും അധ്യക്ഷനെയും വേദിയിലുള്ള മറ്റുള്ളവരെയും നമ്മൾ സ്വാഗതം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നിലിരിക്കുന്ന കുടുംബശ്രീ അംഗങ്ങളെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട് അല്ലേ. എനിക്ക് മുന്നിൽ ഉപവിഷ്ടരായിട്ടുള്ള A+ നേടി ഈ നാടിൻ്റെ അഭിമാന താരങ്ങളായ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ADS അംഗങ്ങൾ, CDS അംഗങ്ങൾ, A+ നേടിയ വിദ്യാർത്ഥികളുടെ അമ്മമാർ, മറ്റു കുടുംബശ്രീ അംഗങ്ങൾ, ഇനി ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേദിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിനായി ആദരപൂർവ്വം നമ്മുടെ വൈസ് പ്രസിഡൻറ്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷൻ ആരാണോ അവരെ ക്ഷണിച്ചുകൊണ്ട് വേണം നമ്മൾ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുവാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു സ്വാഗത പ്രസംഗത്തിൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഒന്ന് നമ്മൾ ആലോചിക്കുക, ആരും വലിയ പ്രാസംഗികരായിട്ടൊന്നുമല്ല ജനിക്കുന്നത് അല്ലേ. നമുക്ക് നമ്മുടേതായ കഴിവുകളുണ്ടാവും, അത് നമ്മൾ വളർത്തിക്കൊണ്ടുവരണമെന്ന് മാത്രം. ആദ്യമൊക്കെ നമുക്ക് സ്റ്റേജിൽ കയറാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരിക്കും. പിന്നീട് നമ്മൾ ഓരോ പ്രാവശ്യം ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ ഒഴിവാക്കാതെ നമ്മളത് കയറി കഴിയുമ്പോൾ പല കാര്യങ്ങളും അങ്ങനെ നമുക്ക് പഠിക്കാൻ കഴിയും കേട്ടോ. ഫസ്റ്റ് കൈയും കാലും വിറയ്ക്കലും മനസ്സ് ബ്ലാങ്ക് ആയി പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. മൈക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പറയാൻ വെച്ച കാര്യങ്ങൾ മൊത്തം മറന്നു പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് വീട്ടിൽ നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു ചെറിയ പേപ്പറിൽ കുഞ്ഞു കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വലിയ പേടിയില്ലാതെ പ്രസംഗിക്കാൻ കഴിയും കേട്ടോ. വലിയ പ്രസംഗമൊന്നുമല്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു പ്രസംഗങ്ങളൊക്കെ, സ്വാഗത പ്രസംഗം പോലുള്ളതൊക്കെ നമുക്ക് പറയാൻ കഴിയും. ആശംസാ പ്രസംഗങ്ങൾ, അതൊന്നും വലിയ പ്രശ്നമില്ലാത്ത വിഷയങ്ങളാണ് അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് വല്ല പ്രയോജനം കിട്ടിയോന്നൊന്ന് അറിയിക്കണേ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിലേ. ഓക്കെ, ബായ്. അടുത്ത വീഡിയോയുമായി ഉടനെ വരാം കേട്ടോ. ബായ്.